ചേട്ടൻ റിലേഷൻഷിപ്സിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? റിലേഷൻഷിപ്സ് എപ്പോഴും നല്ലതാണ്. റിലേഷൻഷിപ്സ് വിത്തൗട്ട് എനി കണ്ടീഷൻസ് ആണ് എപ്പോഴും നല്ലത്. വിത്തൗട്ട് എനി കണ്ടീഷൻസ്. ഓക്കെ ഓക്കെ ഓക്കെ. അൺകണ്ടീഷണൽ റിലേഷൻഷിപ്പ്. ഓക്കെ, ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണെന്ന് തോന്നുന്നു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ. അതെ അതെ. ഓക്കെ, ഇപ്പം നമ്മളിങ്ങനെ തമാശയ്ക്ക് പറയുമല്ലോ 2 countries സിനിമയ്ക്കകത്താന്ന് തോന്നുന്നു. ഇങ്ങനെ ദിലീപേട്ടൻ പറയുമല്ലോ ഹൗ മെനി ഡാഡീസ് ആൻഡ് മമ്മീസ് ഡു യു ഹാവ്, ഐ വോണ്ട് എ കംപ്ലീറ്റ് ലിസ്റ്റ് എന്ന് പറയുമല്ലോ. അതുപോലെ ഹൗ മെനി ഗേൾ ഫ്രണ്ട്സ് ഡു യു ഹാവ് അങ്ങനെ ചോദിച്ചാൽ? അങ്ങനെ ഗേൾ ഫ്രണ്ട്സ് ഒരുപാടുണ്ട്, റിലേഷൻഷിപ്സ് അങ്ങനെ ഇല്ല. അങ്ങനെയില്ല. ഓക്കെ. അപ്പോൾ ചേട്ടാ നമ്മൾ കുറേ കൊളാബറേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ കൊളാബറേഷൻസ് വീഡിയോസ് കാണാറുണ്ട്, ചേട്ടൻ ആഡ്സ് ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ ഒരു മെയിൻ ഇൻകം അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്ന ഒരു സോഴ്സ് എവിടുന്നാ? കള്ള് കച്ചവടം. കള്ള് കച്ചവടം തന്നെ. ഓക്കെ. മീൻസ് ഞാനൊരു യൂറോ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയുണ്ട്, യൂറോമാക്സ് സ്പിരിറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. ആംസ്റ്റർഡാമിൽ നിന്ന് ലിക്കർ യു എയിലോട്ട് ചെയ്യുന്നൊരു കമ്പനിയാണ്. അതിൻ്റെ CEO ആണ്, ബ്രാൻഡ് അംബാസിഡറാണ്. അപ്പോൾ നമ്മുടെ സ്വന്തം പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഹൃദയത്തോട് ഒരുമിച്ചിരിക്കുന്ന ഒരു സാധനം തുറുപ്പൂലായിരുന്നു അതിന്. അത് നമ്മൾ ആംസ്റ്റർഡാമിൽ നിന്ന് കൊണ്ടുവന്ന് യു എയിൽ വിൽക്കുന്നു, അതിൻ്റെ വരുമാനം കൊണ്ട് ജീവിച്ചു പോകുന്നു. അതാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ സോഴ്സ് ഓഫ് ഇൻകം. മുമ്പ് അങ്ങനെയല്ലായിരുന്നു. എരീസ് എന്ന് പറഞ്ഞൊരു കമ്പനി സൊഹൻഡ്രോ സിയാട്ടിൽ അതിൻ്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായിരുന്നു 10 വർഷത്തോളം. അത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയപ്പോൾ ബ്രാൻഡിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം വീണ്ടും കുറച്ചും കൂടെ ഒന്ന് ഡൈവേഴ്സിഫൈ ചെയ്യണമെന്ന് തോന്നിയപ്പോൾ ആണ് ഈ ലിക്കറിലേക്ക് ഇറങ്ങേണ്ടി വന്നത്. അപ്പോൾ പിന്നെ നമ്മൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനാണല്ലോ ഞാനങ്ങനെ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ ഇന്ന് കേരള സംസ്ഥാനം നിലനിന്ന് പോകുന്നത് ഈ ഒരൊറ്റ വ്യവസായത്തിൽ മാത്രമാണ്. ഇതും ലോട്ടറിയും. പിന്നെ ലോട്ടറിയും മദ്യവും ബന്ധപ്പെട്ട് കിടക്കുന്ന 2 മേഖലയാണ്. ലോട്ടറി ആണെങ്കിൽ നമ്മൾ അടിക്കുമെന്നുള്ള കാര്യം ഉറപ്പില്ല. മദ്യം പക്ഷേ എടുത്താൽ നമ്മൾ അടിക്കും, ഉറപ്പാണല്ലേ. അടിക്കാതിരിക്കാൻ പറ്റൂല, എപ്പോഴായാലും പൊട്ടിച്ചല്ലേ പറ്റും. ലോട്ടറി പക്ഷേ നമുക്ക് ഉറപ്പില്ലാത്ത സാധനമാണ്, അടിച്ചില്ലെങ്കില്ല എന്നുള്ളതാണ്. ഇത് രണ്ടും കേരള സംസ്ഥാനത്തിനെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുവന്നൊരു സാധനമാണ്. ലോട്ടറി നമുക്ക് സ്വന്തമായിട്ട് തുടങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ ഈ ഒരു മദ്യത്തിലോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. എനിക്ക് കുറച്ച് കൂടുതൽ പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. പുതുതായിട്ട് ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളായതുകൊണ്ട് ഒരുപാട് ലിക്കേഴ്സ് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കളക്ഷൻസ് എനിക്ക് യു എയിൽ സ്വന്തമായിട്ട് ഫ്രണ്ട്സുമായിട്ട് ചേർന്നിട്ട് ബാറൊക്കെ ഉണ്ട്, ഒറ്റയ്ക്കല്ല സുഹൃത്തുക്കളായിട്ട്. അപ്പോൾ അവിടെയൊക്കെ കുറേ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എവിടേക്കോ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സാധനമാണെന്ന് മനസ്സിലായതുകൊണ്ട് അതിലോട്ടങ്ങ് ഇറങ്ങി, അത്രേ ഉള്ളൂ. ചേട്ടൻ ലിക്കറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ മൂവി വേൾഡിൽ ചേട്ടൻ ഒരു ഇൻ്റർവ്യൂ തന്ന സമയത്ത് JDയെ കുറിച്ച് പറഞ്ഞു. അതായത് ചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഡ്രിങ്ക് ജാക്ക് ഡാനിയലാന്ന് പറഞ്ഞു. ഇപ്പോഴും ഓക്കെ. അപ്പോൾ JDയെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞിരുന്നു JDയിൽ ഹണി മിക്സ് ചെയ്ത് ഒഴിക്കുന്നത് ചേട്ടനായിരുന്നു ഫസ്റ്റ് അത് ചെയ്തത്. അത് കണ്ടിട്ടാണ് ജാക്ക് ഡാനിയൽ JD ഹണി എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് സംഭവം ഇറക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കുറേ ട്രോൾ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ താഴെ. ചേട്ടൻ അത് കണ്ടായിരുന്നോ? ഞാൻ കണ്ടായിരുന്നു, തീർച്ചയായിട്ടും. ഈ ജാക്ക് ഡാനിയൽസ് ഹണി ഇന്ത്യയിൽ അത്ര പോപ്പുലർ അല്ലായിരുന്നു. JDയുടെ വെബ്സൈറ്റിൽ പോകുമ്പോൾ അറിയാം ഇന്ത്യയിൽ അവർ ലോഞ്ച് ചെയ്തത്. ഓഫ് കോഴ്സ് ഞാൻ അത് യൂസ് ചെയ്യുന്നത് കാരണം JD എന്ന് പറഞ്ഞ ബ്രാൻഡ് അന്ന് ഏകദേശം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന 2015 ആ ഒരു സമയത്താണ് യൂട്യൂബിൽ അന്ന് ഇടുന്നത്. അപ്പോൾ ആ സമയത്ത് അത്രയും ഇന്ത്യയിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം എത്ര സെയിലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഈ ഒരു ഇത് വരുന്നത്. അതിന് 2011-ലോ 12-ലോ ഇവർ ലോഞ്ച് ചെയ്തിട്ട് അത്രയും സക്സസ് ആവാതിരുന്നൊരു സാധനമായിരുന്നു JD ഹണി. പക്ഷേ ഇതിന് ശേഷം ഇമ്മീഡിയറ്റായിട്ട് അവർക്കൊരു ബൂം വന്നു. അത് ആ ഒരു ബ്രാൻഡ് ഇന്ത്യയിലേക്ക് കൂടുതൽ സെയിലിലേക്ക് കൊണ്ടുവന്നു. നമുക്ക് സെയിൽ നോക്കുമ്പോൾ പറയാൻ പറ്റും. കാരണം ഡിയാജിയോ എന്ന് പറഞ്ഞൊരു കമ്പനി, അങ്ങനെ പല കമ്പനീസാണ് ജാക്ക് ഡാനിയൽസ് ഇന്ത്യയിൽ ചെയ്യുന്നത്. അപ്പോൾ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ പെട്ടെന്ന് ഈ ഒരു സെയിൽസിലെ ഒരു ബൂം, ജാക്ക് ഡാനിയൽസിൻ്റെ പേര് വളരെയധികം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരികയും അത് ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ വേൾഡ്സ് ടോപ്പ് സെല്ലിംഗ് വൺ ഓഫ് ദ ബ്രാൻഡാണ് നമ്മളുടെ തുറുപ്പൂലാൻ. ആ ബ്രാൻഡിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ടും CEO ആയിട്ട് എനിക്കിപ്പോൾ ഇരിക്കാൻ പറ്റുന്നത് ആ JD എന്ന് പറഞ്ഞൊരു ബ്രാൻഡിനെ നമ്മൾ അത്രയും പോപ്പുലറൈസ് ചെയ്തുകൊണ്ടാണ്. അല്ലെങ്കിൽ ദേ ക്യാൻ നോട്ട് സം അതർ പീപ്പിൾ. മനസ്സിലായല്ലേ എന്തുകൊണ്ട് നമ്മൾ തന്നെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം രീതിയിലേക്ക് ഇത് കൊണ്ടുവരും. പിന്നെ ട്രോള് വരുന്നത് എനിക്കെപ്പോഴും ട്രോൾ ഇഷ്ടമാണ്. ആ ഇൻ്റർവ്യൂ ഇത്രയും സക്സസ് ആവാനുള്ള കാര്യം ആ ഒറ്റ സാധനമാണ്. ഞാൻ എപ്പോഴും പോസിറ്റീവാണ്. അത് എൻ്റെ ഹുക്കാണ്. ആ ഇൻ്റർവ്യൂ ഹിറ്റാവാൻ വേണ്ടിയിട്ടുള്ള ഇത് കണ്ട മണ്ടന്മാർ അതിനെന്ത് ചെയ്യും, ആ ഹുക്കിനെ എടുത്തിട്ട് വൈറലാക്കും. അപ്പോഴത്തേക്ക് കാണാത്തവരെ ഇൻ്റർവ്യൂ കാണും. അപ്പം നിങ്ങൾക്കും പൈസ, എനിക്കും പൈസ, എല്ലാവരും ഹാപ്പി. തീർച്ചയായും എൻ്റെ ഹുക്കാണ്. എൻ്റെ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും ആൾക്കാർക്ക് നെഗറ്റീവ് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഹുക്ക് ഇടാറുണ്ട് എല്ലാ വീഡിയോയിലും. അതാണ് എൻ്റെ വീഡിയോസ്. ഇൻറ്റൻഷനലി ചെയ്യുന്നതാണ്. കാരണം എൻ്റെ ഫേസ്ബുക്ക് വീഡിയോസൊക്കെ നിങ്ങളെടുത്ത് നോക്കിയാൽ, എൻ്റെ മോസ്റ്റ് പോപ്പുലർ വീഡിയോസ് എല്ലാം നോക്കിയാൽ എൻ്റെ ഈ റിട്ടൻഷൻ റേറ്റ് ഭയങ്കര ഹൈ ആണ്. ഇപ്പം ഞാനൊരു 3000 to 4000 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ 99.9% മില്യൺ റീച്ചുള്ള വീഡിയോസാണ്. അപ്പോൾ അതിൽ താഴെയുള്ള വീഡിയോസ് വളരെ കുറവാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ കാരണം ഇത്തരത്തിലുള്ള ഹുക്കുകളാണ്.
ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 1 രൂപയ്ക്ക് ഐഫോൺ കിട്ടുമെന്ന് നമ്മൾ പറയുന്നത്. യഥാർത്ഥത്തിൽ 1 രൂപ അടച്ചിട്ട് ബാക്കി EMI ആയിട്ട് അടയ്ക്കണം. യഥാർത്ഥത്തിൽ 1 രൂപയ്ക്ക് ഐഫോൺ കിട്ടും, എന്നാൽ കിട്ടും. അതിൻ്റെ അകത്ത് പക്ഷേ ആൾക്കാരൊന്ന് നെഗറ്റീവ്, അത് 1 രൂപയ്ക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ അത്തരം നെഗറ്റീവ് കമൻസിൻ്റെ പേക്ക് വേറെ കമൻസ് വരും. ചിലപ്പോൾ തെറിവിളികൾ വരാം, ചിലപ്പോൾ നല്ല കമൻസ് വരാം. അയാൾ അങ്ങനെയല്ലോ പറഞ്ഞിരിക്കും. അപ്പോൾ ഇതെല്ലാം സമ്മിശ്രിതമായിട്ട് വരുമ്പോഴത്തേക്ക് ഈ ഒരു അലഗരിതം വർക്കാവും. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അലഗരിതം വർക്കാവും. ഇതുപോലുള്ള ജാക്ക് ഡാനിയൽസ് പോലുള്ള ചില സാധനങ്ങൾ ഇടുമ്പോൾ ഇവരിട്ടിട്ട് മുകേഷ് അമ്പനാരെ #ടാഗ് ചെയ്യും, മെൻഷൻ ചെയ്യും. അതിലൂടെ എൻ്റെ റീച്ച് കൂടും. അത്രേ ഉള്ളൂ. അത്തരം മണ്ടന്മാർക്ക് വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങൾ ഇട്ട് കൊടുക്കുമെന്നുള്ളതാണ്. അവരതിനെടുത്ത് നമ്മൾക്ക് ഫ്രീ ആയിട്ട് പബ്ലിസിറ്റി തരും. അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. നമുക്ക് പൈസ ചിലവാകുന്നുള്ള കാര്യമല്ലല്ലോ. ഓക്കെ ചേട്ടാ, ബാക്കിയുള്ള ലിക്കറിൽ നിന്ന് ജാക്ക് ഡാനിയലിനെ ചേട്ടൻ കണ്ട ഒരു പ്രത്യേകത എന്താണ്? ജാക്ക് ഡാനിയൽസ് കാണാൻ ഞാൻ ടെന്നസിയിൽ അവരുടെ ഇവിടെ പോയിട്ടുണ്ട്, ഡിസ്റ്റിലറീസ് പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ വിസിറ്റൊക്കെ ചെയ്തുകൊണ്ട് അതിനോടൊരു പിന്നെ അവിടെ പോയി ടേസ്റ്റ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചോദിച്ചത് ടേസ്റ്റ് എന്താണ് ബാക്കിയുള്ളത്? ചാർക്കോൾ മെലോഡാണ് ആ ഒരു ടേസ്റ്റ്, ചാർക്കോൾ ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടേസ്റ്റിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഇത് സംഭവിച്ചിട്ടുണ്ട്. എന്നെ ഈ ഒരു നമ്മളെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം ഞാൻ ഇടയ്ക്ക് അത് വിട്ട കാര്യമാണ്. ഭയങ്കര വൈറലായി കേട്ടോ എന്ന് പറഞ്ഞിട്ട് സുമേഷ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ സുമേഷോട് ഈ ഹുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുമേഷിന് അറിയാം ഇത് ഞാനും സുമേഷായിട്ടുള്ള ഇതാണ് പ്ലാനിങ് ഹുക്കാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ഇങ്ങനെ സാധനം ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്തൊരു വീഡിയോ ചെയ്ത് ഇട്ടാൽ എല്ലാവരും ഇൻ്റർവ്യൂ കയറി കണ്ടോളൂ. എനിക്കറിയാം അത് ആൾക്കാർ ഏറ്റെടുക്കും. ഇന്റർവ്യൂ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഹുക്ക് പോയിന്റ് നമ്മുടെ മനസ്സിലുണ്ടാവും. നമ്മൾ ഇപ്പം ഇതിൽ പറഞ്ഞ ഇത് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഏതൊക്കെ സാധനങ്ങളാണ് പറഞ്ഞതെന്ന് എനിക്കറിയാം. അപ്പോൾ അത് നമ്മൾ പറയുമ്പോൾ അതെല്ലാം കട്ട് ചെയ്താണ് പ്രൊമോ പോലും ഉണ്ടാക്കിയത്. സോ ചേട്ടാ, നമുക്കിനി കുറച്ചും കൂടെ റെലവെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ മെൻസ് കമ്മീഷനിലുണ്ടല്ലോ ചേട്ടൻ. അപ്പോൾ നമ്മൾ ഇന്ത്യ പോലെ ഒരു രാജ്യം എന്ന് പറയുമ്പം പാട്രിയാർക്കലായിട്ടുള്ളൊരു രാജ്യമാണ്. നമ്മളിപ്പം ഗൂഗിളിലോ ജെമിനയിലോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ 87% പുരുഷന്മാരാണ് കുടുംബം കൊണ്ടുപോകുന്നത് മുമ്പോട്ടേക്ക്. അപ്പം ഇങ്ങനെ പാട്രിയാർക്കലായിട്ടുള്ളൊരു രാജ്യത്ത് മെൻസ് കമ്മീഷൻ്റെ പ്രസക്തി എന്താണ് ചേട്ടാ? ആക്ച്വലി ഒരൊറ്റ വ്യാജ പോക്സോ കേസ് അതിലൂടെ ഉണ്ടായ സാധനമാണ് ഈ മെൻസ് കമ്മീഷൻ. അത് ജാക്ക് ഡാനിയൽസിൻ്റെ അതേ റെഫറൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതെടുക്കാം. കാരണം മുകേഷും ഒരുപാട് വ്യാജ കേസുകൾ ഉണ്ടാകാറുണ്ട്. ഞാൻ ദുബായിലുള്ള സമയത്ത് ഒരു വ്യാജ കേസ് വരുന്നു. അപ്പോഴത്തേക്ക് അതുവരെ ഈ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ ആളോട് പരമ പുച്ഛമായിരുന്നു എനിക്ക്. സത്യം പരമപുച്ഛം. ഇയാൾക്ക് വട്ടാണ്, ഇയാൾ ഭ്രാന്തനാണ്, ഇയാൾക്ക് എന്തിൻ്റെ കേടാണ് മെൻസ് കമ്മീഷൻ, നടക്കുന്ന കാര്യമാണോ? പുള്ളിയുടെ തന്നെ ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, അണ്ണാ നിങ്ങൾക്ക് വേറെ ജോലിയില്ലെന്ന്. ആ ആളെടുത്ത് സഹായം ചോദിച്ചു കൊണ്ടുവന്നു എനിക്ക്. കാരണം പുള്ളി എന്നെ വിളിച്ചു, മുകേഷ് ഇങ്ങനൊരു ഇഷ്യൂ, ഇങ്ങനെ സംഭവം ഫേക്കാണെന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷേ ഇന്ന് ഇപ്പോൾ നമ്മൾ വീഡിയോ എന്ന ക്യാമറാമാൻ്റെ പേര് എന്താണ് മോനെ? അരുൺ ഇവിടെ ഇരിക്കുകയാണ്. ഇപ്പോഴത്തെ ടൈം എന്ന് പറയുന്നത് ഏകദേശം 7:15. ഓക്കെ, ആ സമയത്ത് നിങ്ങൾക്കെതിരെ ഇതേ സമയത്ത് നിങ്ങൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു അണ്ടർ ഏജ്ഡ് ആയിട്ടുള്ള പെൺകുട്ടി കേസ് കൊടുക്കും. എക്സാമ്പിൾ പറയാണ്. എന്താണ് കേരള പോലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർ FIR ഇടും. നിങ്ങളിവിടെയാണെന്ന് ഇവിടെ CCTV ഉണ്ട്, തെളിവുണ്ട്, ഇതേ ഈ കുട്ടിയുണ്ട്, ആ കുട്ടിയുണ്ട്, നിങ്ങളുടെ മൊബൈൽ റേഞ്ച് ഇവിടെയാണ്, എല്ലാം ശരിയാണ്. പക്ഷേ കേരള പോലീസ് കേസെടുത്ത് FIR ഇടും, അന്വേഷണം തുടങ്ങും. കേസെടുത്ത് FIR ഇടുമ്പോൾ തന്നെ വാർത്തയായി. മൂവി വേൾഡ് മീഡിയയിലെ ക്യാമറാമാൻ 10ാം ക്ലാസ് പെൺകുട്ടിയെ എന്താണെന്ന് വെച്ചാൽ വാട്ട് ഇറ്റ് ഈസ് വാർത്ത വരും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിരപരാധിയെ നിങ്ങൾ തെളിയിക്കും. ഓഫ് കോഴ്സ് നിങ്ങളിവിടെ ആണല്ലോ, വ്യാജ പരാതി വ്യാജ കേസാണല്ലോ. പക്ഷേ അതിനുള്ളിൽ നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു? നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ലൈഫ്, നിങ്ങളുടെ നാട്ടിലുള്ള ഇമേജ്, നിങ്ങളുടെ കൂട്ടുകാരുടെ ഇമേജ് വളരെ ചുരുക്കം ഇത്രയും പേർക്കല്ലേ അറിയാമോ നിങ്ങളിവിടെ ഉണ്ടെന്ന്, ബാക്കി എല്ലാവർക്കും അറിയാമോ. അപ്പോൾ ഇതൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ അത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ അതുപോലുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിക്ടിം എന്ന് പറയുന്നവർ പോലെ തന്നെ കുറ്റാരോപിതനും ആ ഒരു പ്രൈവസി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് പുറത്ത് പറയരുത്, അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റം തെളിയിക്കുന്നവരെ. ഒരാൾ കുറ്റം തെളിയിക്കുന്നവരെ കുറ്റാരോപിതൻ മാത്രമാണ്. ഇപ്പോൾ എനിക്കെതിരെ ഒരു ഫോൾസ് അലിഗേഷൻ വന്ന സമയത്താണ്. അപ്പം ഞാൻ എൻ്റെ അടുത്ത് കാശ് ചോദിച്ചതിൻ്റെ ഓഡിയോ ഉണ്ടായിരുന്നു. ലക്കിലി എൻ്റെ വണ്ടിക്കകത്ത് ഡാഷ് ക്യാം ഉള്ളതുകൊണ്ട് വണ്ടിയിലിരുന്ന് ഞാൻ കോൾ എടുത്തതുകൊണ്ട് കുട്ടിയും അമ്മയും ചോദിക്കുന്നതിൻ്റെ ഓഡിയോ എൻ്റെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആൻറ്റിസിപ്പേറ്ററി കിട്ടി. എൻ്റെ കേസ് ഞാൻ നിരപരാധി കൊണ്ട് പോലീസ് കോടതി റിപ്പോർട്ടും കൊടുത്ത് കോടതി അത് അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി ഡിസ്ചാർജ് ചെയ്താൽ മതി. വെരി സൂൺ അത് ഡിസ്ചാർജ് ആവുകയും ചെയ്യും. 100% ഐ എം ഡാം ഷുവർ ബിക്കോസ് ഐ ട്രസ്റ്റ് ഇൻ ലോ. അപ്പോൾ അത്തരം അനുഭവങ്ങൾ വേറെ ഒരാൾക്കും ഇനി ഉണ്ടാവരുതെന്നുള്ളതാണ്.